ഹലോ സിന്ധു മാം, വെൽക്കം ടു VMC മാ. മാഡം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയാണ് മാഡത്തിലുണ്ടായ മാറ്റങ്ങൾ? ഞാൻ 21 വർഷമായിട്ട് ശ്വാസമുട്ടല് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പം ഇപ്പൊ എനിക്ക് അത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഓക്കെ, ധ്യാനം ചെയ്തപ്പോഴാണ്? ധ്യാനം ചെയ്ത് പിന്നെ എത്ര കാലമായി മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ 3-4-5 മാസം ആയിട്ടേ ഉള്ളൂ. എത്ര സമയം ചെയ്യുന്നുണ്ട്? രാവിലെ വെളുപ്പിന് 3 മണി തൊട്ട് അത് തീരുന്ന ഒരു 6-6:30 വരെ ചെയ്യും. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ ചിലപ്പോ 7 മണിക്കായിരിക്കും, ചിലപ്പോ 9 മണി തൊട്ട് അത് തീരുന്ന ഒരു 3 മണിക്കൂറൊക്കെ കാണും, ഓരോ വീഡിയോ വെച്ച് ചെയ്യുന്ന അങ്ങനെ ചെയ്യുന്ന. അപ്പം എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ ഈ ശ്വാസമുട്ട് ഇത്രയും വർഷമായിട്ടുള്ള ശ്വാസമുട്ട് മാറി, അപ്പൊ അതൊരു ആശ്വാസമല്ലേ? അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞോ? എങ്ങനെയാ മാറി? മരുന്ന് കഴിച്ചിട്ട് മാറിയോ മാഡത്തിന്? ഞാൻ അന്നേരം ഇപ്പം പറഞ്ഞ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ മാസം ഈ മരുന്ന് മേടിക്കണമായിരുന്നു, ഇൻഹീലർ. ഇപ്പം ഒരു ഇൻഹീലർ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നാളായി അത് ഉപയോഗിക്കുന്നില്ലല്ലോ. അത് അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമുക്ക് നടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ എന്നുവെച്ചാ ഇപ്പൊ ഞാനിപ്പോ ധ്യാനത്തില് ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഇരിക്കാം. അപ്പൊ മോനാണെങ്കിൽ ഇച്ചിരി ഹൈറ്റിന്നാ വീണത് സൈക്കിളും കൊണ്ട്. അപ്പൊ ധ്യാനം തുടങ്ങുന്ന സിമാജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ധ്യാനത്തിലേക്ക് ഇരിക്കാൻ വരുന്നുള്ളൂ. അപ്പൊ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോ ഈ കൊച്ചിനും ഒന്നും പറ്റിയിട്ടില്ല. അവനത്രയും ഹൈറ്റിന്ന് വീണ അവന്റെ പുറകെ വലിയൊരു കല്ലുകളൊക്കെ ഉരുണ്ടു വന്നു. അപ്പൊ അതുപോലും അവന് ടച്ച് ചെയ്ത് അവന്റെ കാലൂടി അങ്ങനെ വലിയ പരിക്കുകൾ വരുന്നു. ഒന്നും പറ്റിയില്ല. കൊച്ചു പറഞ്ഞാൽ ഞാനിവിടെ നിന്നു. ഞാൻ അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു വിശ്വാസവും നമ്മൾ ആ മെഡിറ്റേഷൻ ഇരിക്കുന്ന ആ ശക്തി കൊണ്ടല്ലേ ആ കൊച്ചിനെ അങ്ങനെ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അവന്റെ പുറകെ തന്നെ വലിയൊരു കല്ലിങ്ങനെ ഉരുണ്ടു കിടക്കുവാടെ. ശരി, ചെയ്യേണ്ടത് ചെയ്താൽ കിട്ടേണ്ടത് കിട്ടും മേഡം, അല്ലെ? ധ്യാനത്തിൽ ദിവ്യസാധന ചെയ്യുന്നവർക്ക് പ്രകൃതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും തന്നെ നമുക്കൊരു ഇപ്പൊ എനിക്കൊരു പെട്ടെന്നൊരു വേദന വന്നാലും ഇല്ല, ഞാൻ അല്പനേരം കണ്ണടച്ച് അത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട്. അതേ സമയത്ത് നമുക്ക് വേദന വന്നാൽ മരുന്നും കൊണ്ട് തന്നെ നടക്കണം. ധ്യാനം ഇല്ലെങ്കിൽ പണ്ടൊക്കെ നമുക്ക് ആ വേദന സഹിച്ച് പറ്റില്ല, അതൊരു ഹോസ്പിറ്റലിൽ പോകണം. ഇപ്പൊ ഒരു തലവേദന തോന്നിയാലും ഒരു ഇച്ചിരി നേരം മെഡിറ്റേഷൻ ഇരിക്കുക, കണ്ണടച്ചിരിക്കുമ്പോ അതിൻ്റെതായ ആ മാറ്റങ്ങളും അതും പെട്ടെന്ന് നമ്മളിൽ നിന്ന് അങ്ങ് മാറുന്ന പോലെ നമുക്ക് തോന്നും. ഈ മെഡിറ്റേഷന് വരുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കൂട്ടണം മനുഷ്യർക്ക്. അതിലേക്ക് വരാനുള്ള എല്ലാവർക്കും വരാൻ പറ്റില്ല. ചേട്ടൻ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനൊക്കെ എപ്പോഴും മേടിക്കുന്ന ആൾക്കാരാണ്. വീട്ടിലങ്ങനെ ചേട്ടനൊന്നും ഇങ്ങനെ അമ്പലത്തിൽ പോകണമായിരിക്കും അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ. അന്നേരം ഇപ്പോഴൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചേ മേടിക്കുള്ളൂ. ഞാൻ അതിനും ഉപയോഗിക്കരുത് അങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. എങ്കിൽ പോലും ആഴ്ചയിൽ 1-2 പ്രാവശ്യം മേടിക്കുന്ന ആളിപ്പോ 2 പ്രാവശ്യമൊക്കെ ആക്കി ചുരുക്കി മാറി വരുമെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും മാറുമാ. മാഡത്തിന്റെ മാറ്റം അവരുടെ ആത്മാവൊക്കെ തിരിച്ചറിഞ്ഞ് ഓക്കെ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ അങ്ങനെ വിശ്വസിക്കുന്നു എല്ലാത്തിനും ഒരു മാറ്റം വരും. തീർച്ചയായിട്ടും മാറ്റം വരാൻ തുടങ്ങിയില്ലേ? തുടങ്ങി വെച്ചാൽ എന്നിലൂടെ ഇത്രയും വലിയ അസുഖങ്ങൾക്ക് മാറ്റം വന്നപ്പോ അപ്പൊ എന്റെ വീട്ടിലുള്ളവർക്ക് മാറ്റം വരില്ല? തീർച്ചയായിട്ടും വരും. എന്താ വെച്ചാൽ ധ്യാനം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓരോന്നായിട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനപ്പം എന്നെ പരിചയപ്പെടുന്നവരോടൊക്കെ പറയും എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മെഡിറ്റേഷന് വരുന്നതൊക്കെ ഇഷ്ടാ, ഇറച്ചി മീൻ ഉപയോഗിക്കാൻ പറ്റില്ലാത്തൊരു അത് പറ്റില്ല എന്ന് പറയുമ്പോ അയ്യോ ധ്യാനം വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പോവാണ്. അപ്പൊ ഇനി അവരോട് പറയൂ ധ്യാനം ചെയ്ത് നോക്കൂ, അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ വേണ്ടാന്ന് തോന്നും. അതും പറയൂ കേട്ടോ. അപ്പൊ ഇനിയിപ്പോ തിന്നാൻ തോന്നില്ല എന്ന് വിചാരിച്ചിട്ടും പാവം ചിലവർ ആ സമയാവണ്ടേ മേഡം. ഇതിലേക്ക് വരാൻ ഒരുപാട് സുഹൃതം ചെയ്യണേ. ഒരുപാട് പുണ്യത്തിന്റെ അളവ് കൂടുതലുള്ളവർക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂടാ. അങ്ങനെയൊക്കെ അപ്പൊ ഹാപ്പിയാണ്. ഞാൻ വീട്ടിലുള്ളവരും മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും. കാരണം ചേട്ടനൊക്കെ ഇച്ചിരി ദേഷ്യവും ഒക്കെ കൂടുതൽ വന്നാലും അതിന്റേതായ ഒരു വ്യത്യാസം വരുന്നുണ്ട്. മാറി വരുമെന്നാണ് ധ്യാനത്തിലൂടെ വിചാരിക്കും. തീർച്ചയായിട്ടും ധ്യാനം അതും കൂടി അനുഗ്രഹിച്ച് തരൂട്ടമ്മാ. അപ്പൊ എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയൂ, ഇതിലൂടെ പറഞ്ഞോളൂ. എല്ലാരും ധ്യാനം ചെയ്യണം. ഇതിനകത്ത് വരുന്ന ഓരോ ആൾക്കാർക്കും അതിന്റേതായ അനുഭവങ്ങൾ കിട്ടിക്കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ ധ്യാനത്തിനെ പറ്റി. ഇതിനകത്ത് വരാൻ തന്നെ ഭാഗ്യം ചെയ്ത ആത്മാക്കൾക്ക് മാത്രമേ ഇതിനകത്ത് വരാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാരും ധ്യാനത്തിന് വരണം. അതെ.
താങ്ക് യു മാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്ക് ഇതിൽ പറയാനൊരു അവസരം തന്നതില്. അയ്യോ, ഞാൻ VMC ഞങ്ങളാണ് ഭാഗ്യം ചെയ്തത് മേഡത്തെ കേൾക്കാൻ. മേഡത്തെ പോലുള്ള ദിവ്യാത്മ സ്വരൂപരെ കേൾക്കാൻ, അറിയാൻ എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവും ഞാനൊക്കെ. VMC കേൾക്കാൻ പറ്റിയ ആ ചേച്ചി പറഞ്ഞ, ഞങ്ങളുടെ അടുത്തുള്ള ആ ചേച്ചി പറഞ്ഞ ഞാൻ ഇതിനകത്ത് വരുന്നത്. പെട്ടെന്ന് തന്നെ അത് അങ്ങനെ കണക്റ്റായി. അത്രയും സുഹൃതം ചെയ്തിട്ടുണ്ട്, അത്രയും അനുഭവിച്ച് കർമ്മങ്ങൾ പ്രക്ഷാളനായിട്ടുണ്ട്. താങ്ക് യു മാ, ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു, ലവ് യുടാ.